നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഡീൽ ഉറപ്പിച്ചതിന്റെ സന്തോഷത്തില് അനി ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാണ് ആദർശനെ നയനയും കാണാൻ വരുന്നത്. ആ സമയത്ത് മുത്തശ്ശിയും ദേവേനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുവാണ്. ഈ സമയത്ത് അനി പറഞ്ഞു, ആദർശേട്ടൻ്റെ നയനേച്ചും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് വേണ്ട, നീ അല്ലേ കമ്പനിയുടെ MD, നീ തന്നെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അത് വേണ്ട, കാരണം ഈ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ആദർശേട്ടനാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശൻ നയനും ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. വല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു അവര്. ഈ സമയത്ത് ദേവേന് പറഞ്ഞു, ശരിക്കും അനന്തപുരി വീട്ടിലായിരുന്നെങ്കിൽ നമ്മളിതിപ്പോ ഒരു ആഘോഷമാക്കി മാറ്റിയനോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മുത്തശ്ശിയുടെ മുഖം ആകെപ്പാടെ വല്ലാതെയായിപ്പോയി. ആരും പെട്ടെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശനും ജയനും അജയനും എല്ലാവരും കൂടെ സന്തോഷത്തോടെ പങ്കുവെക്കേണ്ട ഒരു കാര്യം വരുന്നത്. പക്ഷേങ്കിൽ മുത്തശ്ശൻ മാറി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ആദർശിനും നയനയ്ക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആദർശ് പറഞ്ഞു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മുത്തശ്ശി, മുത്തശ്ശൻ എന്നെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. ഇനി എനിക്കിപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അങ്ങനൊന്നും പറയരുത്, നിനക്ക് കയറാൻ പറ്റും, ഞാനല്ലേ പറയണേ. അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ മാറുന്നേ, കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഉറപ്പായിട്ട് മോനെ വിളിക്കുമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും മുത്തശ്ശൻ ചിന്തിക്കുന്നില്ല. മുത്തശ്ശൻ എന്നെ കാണുമ്പോൾ ദേഷ്യ, അല്ലെങ്കിൽ പിന്നെ അന്ന് ഹോസ്പിറ്റലിലാക്കിയ സമയത്ത് പോലും മുത്തശ്ശൻ എന്നോട് അങ്ങനത്തെ ഒരു രീതിയിലാണ് സംസാരിച്ച്, എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അയ്യോ മോളെ, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും കാണത്തില്ല. കാണത്തില്ലാത്തോണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ മുത്തശ്ശൻ ഞങ്ങളെ വിളിക്കേണ്ടതല്ലായിരുന്നു എന്ന് ചോദിച്ചു. അനി പറഞ്ഞു, ശരിയാ, ഞാൻ പറഞ്ഞ മുത്തശ്ശനോട് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആദർശേനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന്. പക്ഷെ മുത്തശ്ശൻ ഇപ്പൊ ആദർശന്റെ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, സാരമില്ല, ഇത്തിരി നാൾ ഇങ്ങനെ പോട്ടെ, അതിനുശേഷം മുത്തശ്ശന്റെ സ്വഭാവത്തിനൊക്കെ മിക്കവാറും മാറ്റം വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം എല്ലാവരും സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ദേവേനയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങണേ. അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി നയനയെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അറിയാലോ മുത്തശ്ശന്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ വരും, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വേളു വിഷമിച്ചിട്ട് ഒരസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് വന്നിട്ട് പറഞ്ഞു, ഇവളിങ്ങനെയൊക്കെ പറയും, ഇവൾക്ക് എപ്പം എന്നാലും ഒരു ആലോചനയും കാര്യങ്ങളൊക്കെയാ, വീടിനെ കുറിച്ചുള്ള ചിന്തകളാ, ഇവൾക്ക് അവിടെ ഇരിക്കുന്നത് സന്തോഷം ഇവിടെ കിട്ടത്തില്ല മുത്തശ്ശി, പിന്നെ ഇവള് ഗർഭിണി ആയതുകൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, അല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും പ്രശ്നമല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം കൂടെ ഒന്ന് വേണ്ടതായിരുന്നു പറഞ്ഞു. മുത്തശ്ശൻ്റെ സാരമില്ല, സന്തോഷമുള്ളൊരു കാര്യമില്ല നടന്നേന്ന് പറഞ്ഞു. സന്തോഷമൊക്കെ ഉള്ളത് തന്നെയാ, പക്ഷെ ഒരു കാര്യമുണ്ട്. അതെന്താ? അതെ, നയനമോൾക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ, അവൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമല്ലേ, ഈ സമയത്ത് അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല, പാവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉറക്കമില്ലാതെ രാത്രി കഴിഞ്ഞ് ഡിസൈനൊക്കെ വരച്ചത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇപ്പം മൂർത്തി ജ്വല്ലറി വീണ്ടും ഒരു ഡീൽ ഉറപ്പിച്ച് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ അത് കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാവം, അതിന് സഹിക്കാൻ പറ്റില്ല, ഇദ്ദേഹമെങ്കിലും ഒന്നും മിണ്ടിയില്ലെങ്കിൽ. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നിനക്കറിയാലോ വസുന്ധരെ, ഒരുപക്ഷെ ഞാനിപ്പം അവരുമായിട്ട് ഒന്നാവാൻ പോയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊന്നും പുറത്തു വരത്തില്ല, ശത്രുക്കൾ വിചാരിക്കും ആദർശ് വീണ്ടും കയറി, അപ്പൊ ശത്രുക്കൾ കൂടുതൽ പ്രബലരാകാനായിട്ട് നോക്കത്തുള്ളൂ. ഇപ്പൊ ആദർശ് പുറത്താണല്ലോ എന്നോർത്ത് അവര് സമാധാനിക്കുക, ഈ ഗ്യാപ്പ് വേണം തിരിച്ചടിക്കാനായിട്ട്. ആദർശ് ഉറപ്പായിട്ട് തിരിച്ചടിക്കുമെന്ന് എനിക്കറിയാം. ഒന്നാമത്തെ അടി കൊടുത്തു കഴിഞ്ഞു, ഇനി അധികം വൈകാതെ കുറേ അടി കിട്ടിക്കൊണ്ട് ഇരിക്കും അവർക്കിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കിലേക്ക് പോയി വെറുതെ എന്തിനാ അവരുടെ സമയം മെനക്കെടുത്തുന്നത്, അത് ശരിയല്ല. അവരുടെ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവർ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെയാ, പക്ഷെ നയനമോളുടെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോംവഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്ത്? ഞാൻ നയനമോളെ മാത്രം കാണാം, നയനമോളെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ മോളോട് മാത്രം പറയാന്ന് പറഞ്ഞു. അത് മുത്തശ്ശിക്കും തോന്നി നല്ലൊരു കാര്യമാണ്, കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, നയനയ്ക്ക് സത്യങ്ങളൊക്കെ അറിയണം, നയനയുടെ മനസ്സിൽ വിഷമങ്ങൾ വരത്തില്ല, പിന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഒടുവിൽ മുത്തശ്ശൻ ആ ഒരു തീരുമാനം എടുത്തു. മുത്തശ്ശൻ്റെ ഒരു മെസ്സേജ് അയക്കുകയാണ് നയനയ്ക്ക്. അതെ, എനിക്ക് മോളോട് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതുകൊണ്ട് മോള് നമ്മുടെ കുടുംബക്ഷേത്രത്തിന് അവിടെയുള്ള കാവിലേക്ക് വരണം, എനിക്ക് മോളെ കാണണമെന്നും പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നത്. നയന ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്.
ഇത് മുത്തശ്ശന്റെ മെസ്സേജ് ആണല്ലോ. വായിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന അന്തം വിട്ടുപോയി. തന്നോട് എന്തായിരിക്കും മുത്തശ്ശന് സംസാരിക്കാനുള്ളത്? എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. നയനയ്ക്ക് ആ ടെൻഷനായി. എന്നാലും മുത്തശ്ശൻ അങ്ങനെ എന്തേലും പറയാനാണെങ്കിൽ ഇനി ആദർശനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയാത്ത എന്താ? ഇനിയിപ്പോൾ ആദർശനോട് പറയേണ്ടാത്ത എന്തേലും കാര്യമാണോ? സാരമില്ല, ആദർശേണ്ണ അറിയാതെ വേണം ചെല്ലാനെന്നാ മെസ്സേജിൽ അയച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദർശേണ്ണ അറിയാതെ വേണം പോവാനായിട്ട്. പക്ഷെ പുറത്തിറങ്ങണമെങ്കിലേക്ക് ഇപ്പം എലിസബത്ത് ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. ആദർശേണ്ണൻ പുറത്ത് പോകാം. പക്ഷേ എലിസബത്ത് ചേച്ചി അപ്പോൾ ചോദിക്കും എങ്ങോട്ടാ പോകുന്നത്, ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാമെന്നൊക്കെ. അപ്പം എന്തേലും ഒരു മാർഗം കണ്ടെത്തണമല്ലോ. അപ്പം മുത്തശ്ശൻ അറിയായിരുന്നത്. അപ്പം മുത്തശ്ശൻ നേരത്തെ തന്നെ എലിസബത്തിനെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, നയനമോൾ എന്നെ കാണാൻ വരും, അപ്പം തടസ്സം പറയുമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിസബത്തിന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നീട് നയന മുത്തശ്ശനെ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് അനിയ മുറിയിലിരിക്കുമായിരുന്നു. അപ്പോഴേക്കും അവന്തി അങ്ങോട്ട് കയറി വന്നു. അവന്തി വന്നിട്ട് ചോദിച്ചു, അനിയേട്ടൻ തിരക്കിലാണോ എന്ന് ചോദിച്ചു. എന്താ? അല്ല, ട്രീറ്റ് ഒന്നും കിട്ടിയില്ല. അനിയേട്ടൻ MD ആയതിനു ശേഷമല്ലേ മൂർത്തി ജ്വല്ലറി ഇപ്പോൾ ഒരു വലിയ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നേ, അതിൻ്റെ ഒരു ട്രീറ്റ് പോലും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഓ അതാണോ? ഞാൻ ആർക്കും ട്രീറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ആർക്കും കൊടുത്തില്ലെന്ന് ചോദിച്ചു. ഇല്ല. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അങ്ങനെ എൻ്റെ കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം പുറത്ത് പോയി ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിച്ചു. അനിയൊന്ന് ആലോചിച്ചു. അല്ല, ഇന്ന് വേണം, എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അനിയേട്ടൻ്റെ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞു, പുറത്തുനിന്ന് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അനിയേട്ടന് ചെറിയ ഉരങ്ങമല്ല കീഴടക്കിയിരിക്കുന്നത്, അറിയാലോ. ഇനി എന്താണെങ്കിലും ആദർശനെ പോലെ തന്നെ അനിയേട്ടനാണ് ആ കസേരയിലിരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുമല്ലേ. അത് കേട്ടപ്പം അനി പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, ആദർശന്റെ കഴിവിന്റെ ഒരു ചെറിയൊരു അംശം പോലും എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാം അനിയേട്ടൻ നല്ല കഴിവുണ്ട്. അല്ലെങ്കിൽ പിന്നെ അനിയേട്ടനിപ്പം ആ ഡീല് സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അനിയേട്ടനാണ് ഇപ്പൊ എന്റെ ഹീറോ എന്നൊക്കെ പറയണം. അവനി ഇങ്ങനെ ആലോചിച്ചു, ഈ ഇടയായിട്ട് ഇവൾക്ക് തന്നോട് ഇത്ര സ്നേഹം കൂടുതലുണ്ടല്ലോ, എന്താ ഏതാ കാര്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവന്തിക കുറച്ച് സമയം കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. ബിസിനസ്സിനെ കുറിച്ചൊക്കെയാണ് അവന്തി ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ അനി ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല. കാരണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഈ പറയുന്ന അവന്തിക കുറച്ച് നാൾ മുമ്പ് എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു താനും. പിന്നീട് അവന്തി അങ്ങോട്ട് പോയത് ഒരു പക്ഷേങ്കില് എങ്ങനെയെങ്കിലും അനിയേട്ടനെ സോപ്പിട്ട് നിൽക്കണം, അനിയേട്ടൻ നാവിൽ നിന്ന് പല രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഒരു ചിന്ത അവന്തികയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം ഡേവിഡും നാഗേന്ദ്രനും ഒക്കെ ചേർന്നിട്ട് പ്ലാൻ തയ്യാറാക്കുവാണ്. കമ്പനിയിൽ ഏതെങ്കിലും ശത്രുക്കൾ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റ കൊടുക്കുന്ന ആരോ ഒരാൾ കമ്പനിയിലുണ്ടെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ തിരിച്ച് പണി കൊടുക്കണം. അപ്പം അത് ആരാന്ന് കണ്ടെത്തിയിട്ട് അവരെ തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാളവിയെ കാണാനായിട്ട് ഡേവിഡ് വന്നു. അങ്ങനെ ഡേവിഡ് മാളവിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാളവിയെ വരച്ച ഡിസൈനൊക്കെ നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് ബെന്നറ്റ് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ നയന കളക്ഷൻസ് ആ നയനെ വരച്ച ഡിസൈനെ ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. ഇനി കുറച്ചുകൂടെ മാളവിയെ ഇമ്പ്രൂവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മാളവി പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഡീല് കിട്ടാതെ പോയത് അതെൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും അങ്ങനെയല്ലല്ലോ. അപ്പോഴേക്കും മാളവി പറഞ്ഞു, സാരില്ല, ഈ ഡീലല്ലേ, ഇനി വരുന്ന ഡീൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഡേവിഡിനോട് പറഞ്ഞിട്ടാണ് മാളവി അങ്ങോട്ടേക്ക് പോകുന്നത്. മാളവിയുടെ ഉള്ളിലൊരു ചിരിയായിരുന്നു. ഇനി ഒരു ഡീല് പോലും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ലടാ, മൂർത്തി ജ്വല്ലറി ആയിരിക്കും ഇനി കയറാനായിട്ട് പോകുന്നത്, നിനക്കൊക്കെ അവിടെ നാണം കിട്ടി നിൽക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് മാളവിക പോകുന്നത്. പക്ഷെ ഇതൊന്നും ഡേവിഡിന് അറിയത്തില്ലല്ലോ. അയാളുടെ വിചാരം മാളവിക ഇൻസെന്റ് ആയിട്ടൊരു പെൺകുട്ടിയാണ്. ചതിക്ക് ചതിയാന്നുള്ള കാര്യം അയാൾക്കറിയില്ല. മൂർത്തി ജ്വല്ലറിക്കാരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പകരം തിരിച്ച് അവർ ചതിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.